ഹായ് ഓൾ. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ പൊട്ടിപ്പാളീസായി. കുറേ നാളായി സോഷ്യൽ മീഡിയയിലോട്ടൊക്കെ വന്നിട്ട്. ഓസ്ട്രേലിയ വന്നിട്ട് ഒരു മാസം ആയപ്പോഴത്തേക്ക് പനി പിടിച്ച്. ക്രിസ്മസിൻ്റെയൊക്കെ മുന്നേ പനി പിടിച്ച്. പനിയൊക്കെ കൂടി തലയൊക്കെ കറങ്ങി അങ്ങ് വീണ്. തല പോയി നേരെ തിരിച്ച് അങ്ങനെ ചെവി കുറച്ച് പീസായി അങ്ങ് തെറിച്ച് പോയി. പിന്നെ കിട്ടിയ പീസൊക്കെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ അവർ തുന്നിക്കൂട്ടി തന്നു. എന്നപ്പം തെറിച്ച് പോയത് ചെവിയെ നന്നായി. നാക്കെങ്ങാനും തെറിച്ച് പോയിരുന്നെങ്കിൽ ഞാൻ പിന്നെ എങ്ങനെ നിങ്ങളോട് കത്തി അടിച്ചേനെ. ഇപ്പോൾ പിന്നെ സ്റ്റിച്ചൊക്കെ എടുത്തു. ചെവി ഏകദേശം പഴയ രൂപത്തിലൊക്കെ വന്നിട്ടുണ്ട്. ചെറിയൊരു ഇതൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ചെറിയ വേദനയൊക്കെ ഉണ്ട്, ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഈ വയ്യാഴിക, തലകറക്കം, പനി, പിന്നെ ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചു. ആ സമയത്ത് ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചപ്പം യൂറിനൊക്കെ ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ വന്നു, മഞ്ഞ. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇനിയിപ്പം ഡൗട്ട് വന്നില്ല, കാരണം ഇത് മരുന്നിൻ്റെ ആയിരിക്കും എന്ന് കരുതി. അങ്ങനെ മരുന്ന് തീർന്നിട്ടും ഭയങ്കരമായിട്ട് യെല്ലോ കളർ വന്നു. പിന്നെ ദേഹത്തൊക്കെ ഭയങ്കര ചൊറിച്ചിലൊക്കെ വന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴും എനിക്കൊന്നും മനസ്സിലായില്ല. അതാണ് സത്യം. മരുന്നിൻ്റെ ആയിരിക്കും, കുറച്ച് ദിവസം കഴിയും എന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് പെട്ടെന്ന് കണ്ണിൽ ചെറിയൊരു മഞ്ഞ കളർ വന്നപ്പം പെട്ടെന്ന് ഡൗട്ട് അടിച്ച് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും മഞ്ഞപ്പിത്തം ഒത്തിരി കൂടിപ്പോയി. അപ്പോൾ ആദ്യമേ അറിഞ്ഞില്ല. നാട്ടിൽ നിന്നേ ഉള്ളതാണ്, നമ്മുടെ നാട്ടിലാണല്ലോ ഉള്ളത്, ഇവിടെ അതില്ല. ഓസ്ട്രേലിയയിൽ അങ്ങനെ ഇല്ല ഇത്. അപ്പം നാട്ടിൽ നിന്നേ ഉള്ളതാണ്. നാട്ടിൽ നിന്നും പനിയായിട്ട് ഹോസ്പിറ്റലൊക്കെ കിടന്നായിരുന്നല്ലോ കുറച്ച് ദിവസം, അപ്പോഴേ ഉള്ളതാണ്, അതറിഞ്ഞില്ല. പിന്നെ ഇവിടെ വന്ന് അത്രയായപ്പോഴത്തേക്ക് കൂടിപ്പോയി. പിന്നെ ഒരു മഞ്ഞക്കിളിയൊക്കെ ആയിരുന്നു. ഞാൻ ആ ഫോട്ടോസൊന്നും എടുത്ത് വെച്ചില്ല, കാരണം അതെല്ലാം ഭയങ്കര ഹൊറിബിളാണ്. ഇപ്പോൾ ഏകദേശം മാറി കേട്ടോ, ഒത്തിരി പേരുടെ പ്രാർത്ഥനയൊക്കെ കൊണ്ട്. കാരണം ഞാനങ്ങ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ അടിച്ചു പോയി. ഒറ്റയ്ക്ക് എങ്ങനെ സ്ട്രഗിൾ ചെയ്യുമെന്ന് അതുപോലെ വയ്യായിരുന്നു. അയ്യോ, ആ ദിവസങ്ങളൊന്നും ഓർക്കാൻ മേല. എല്ലാം ഇപ്പോൾ ഒരു മാസത്തോളമായില്ലേ, ഏകദേശം മാറി. ഇപ്പം കണ്ണിലും പിന്നെ മുടിക്കൊക്കെ ഇപ്പോഴും ഒരു മഞ്ഞ കളറുണ്ട്. അത് അറിയാൻ പറ്റുമെന്ന് അറിയത്തില്ല വീഡിയോയിൽ. അങ്ങനെ ഇപ്പോൾ മാറി വരുന്നു. ദൈവമേ, ഓർക്കാൻ മേല. ആദ്യമായിട്ടാണ് മഞ്ഞപ്പിത്തമൊക്കെ എനിക്ക് വരുന്നത്. അതിൻ്റെയും പിന്നെ ഒറ്റയ്ക്ക് എനിക്ക് ഒരു പനി വന്നാൽ പോലും ഒറ്റയ്ക്ക് എനിക്ക് സ്ട്രഗിൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യണം. പിന്നെ വയ്യാഴിയും കൂടെ ആകുമ്പോൾ പറയണ്ടല്ലോ. ഒത്തിരി പേര് സഹായിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ റെസ്റ്റായിരുന്നു. ഡ്യൂട്ടിക്കൊന്നും പോകാൻ തുടങ്ങിയിട്ടില്ല. എപ്പോഴും റെസ്റ്റ് തന്നെയാണ്. എന്നെ പറഞ്ഞാലും നമ്മൾ നാട്ടിൽ നിന്ന് ഇപ്പം പെട്ടെന്ന് ഒരു പുതിയൊരു സ്ഥലത്തേക്ക് വന്ന് അതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് സമയം വേണം. അതിൻ്റെ കൂടി വയ്യാഴിയും കൂടെ ആയപ്പോഴത്തേക്ക് പറയണ്ടല്ലോ, ഫുള്ള് കയ്യിൽ നിന്ന് പോയി. മാനേജ്മെൻ്റ് ആണെങ്കിലും നല്ല സപ്പോർട്ട് ചെയ്തതുകൊണ്ട്, പിന്നെ ഇവിടുത്തെ ഓസ്ട്രേലിയൻ പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ ആയോ എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അങ്ങനെ ഉള്ളൊരു സപ്പോർട്ടൊക്കെ കൊണ്ടാണ് പിടിച്ചു നിന്നത്. ഇപ്പോൾ ഓർക്കുമ്പം നമ്മൾ ഓക്കെ ആയി, തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യും. നമുക്കാണെങ്കിലും ഒന്ന് കുക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു ഹെൽത്ത് വന്നിട്ടുണ്ട്. പക്ഷെ തന്നെ ആയപ്പോൾ അയ്യോ, എനിക്കറിയത്തില്ല. ഞാൻ കരുതി എനിക്കിനിയും തിരിച്ച് നാട്ടിലേക്കൊരു പോക്കുണ്ടാവില്ല എന്ന് ഞാൻ കരുതി. ശരിക്കും അങ്ങനെ കരുതി, കാരണം അതുപോലെ വീണുപോയി. തലകറങ്ങി വീണപ്പോഴാണെങ്കിലും ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല. എനിക്ക് പേടിയായിരുന്നു തലകറങ്ങി വീഴുമോയെന്നങ്ങ്. പനി വരുമ്പോൾ എനിക്ക് പണ്ട് മുതലേ തലകറങ്ങി വീഴുന്നത് ഇതുള്ളതാണ്. അപ്പം ഞാൻ ഇങ്ങനെ പിടിച്ച് വാഷ്റൂമിൽ പോയി. ഡ്രസ്സൊന്ന് മാറ്റാൻ വേണ്ടി വാഷ്റൂമിൽ ചെന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് തലകറങ്ങി. തിരിച്ച് വരാനായിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ച് വരാൻ നോക്കി, പക്ഷേ അവിടെ തന്നെ വീണു. കണ്ണ് തുറന്നപ്പം ചോരയിൽ അവിടെ കിടക്കുക. ഞാൻ തന്നെ ബോധം വന്നപ്പോൾ ഞാൻ ചോരയ്ക്കത് അവിടെ കിടപ്പുണ്ട്. പിന്നെ ഞാൻ അവിടുന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് റൂമിൽ വന്ന് ഫോണെടുത്ത് വിളിച്ചു. അപ്പുറത്തെ റൂമിലുള്ളവരെ വിളിച്ചപ്പോൾ അവരാരും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ വേറെ ആൾക്കാരെയൊക്കെ വിളിച്ച് അവരൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ എങ്ങനെയൊക്കെയോ പോയി വാതിലൊക്കെ പോയി വാതിലും തുറന്നു. ഇപ്പം പറയുമ്പോൾ എല്ലാം സിമ്പിളാണേ. അയ്യോ, ആ ദിവസങ്ങൾ ആർക്കും അങ്ങനെ ദിവസങ്ങൾ വരാതിരിക്കട്ടെ. നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയുന്നത്. എന്താണേലും എല്ലാത്തിനും ദൈവത്തിൻ്റെ പ്ലാനൊക്കെ ഉണ്ടല്ലോ, ആ പ്ലാൻ പോലെ നടക്കട്ടെ. അതുപോലെ എന്നെപ്പോലെ ഉണ്ടല്ലോ, ഏത് നാട്ടിൽ ചെന്നാലും അടുത്തുള്ളൊരു ഷോപ്പിൽ കസ്റ്റമർ ആവുന്നതിന് മുന്നേ ആദ്യം തന്നെ ഹോസ്പിറ്റലിൽ പോയി സ്ഥിരം കസ്റ്റമർ ആകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ.